മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. A warm good morning to all. Coming together is a beginning, keeping together is progress, working together is success. Here comes a brand new academic year. There are lots of new things to explore. I am much delighted to offer a hearty welcome to all the people gathered here for the provisional celebration of St. Anne's EMLPS. It is indeed a proud moment for all of us. Fear of God is the beginning of wisdom. Prayer is a steering wheel that directs us on the right path throughout our life. Let's invoke the blessings of God Almighty with a prayer. I invite the school choir for the prayer song. I request all of you to raise for the prayer. How I praise thee, precious Savior, that thy love laid hold of me. Thou hast saved and cleansed and filled me, that thy might thy channel be. Channels only, blessed Master, but with all thy wondrous power, flowing through us, thou canst use us every day and every hour. Pledge is a way to make us aware of our duties towards our nation. So I request Devananda Anisha of Class 3A to lead us with the pledge. A meaningful thought has a unique place in our life. So here is Dan Matthew of Class 3A for the thoughts for the day. Good morning everyone. I am Dan Matthew Georgie. Every day is a new chance to learn something amazing. The morning is like a fresh start. We get to discover new things, try new activities and understand the world better. Even if yesterday wasn't perfect, today is a new opportunity to learn and become better. So let's make the most of today and learn something amazing. Thank you. Next I request Principal Teacher for the welcome address. Good morning all gathered here. Okay. I am so glad to see together here. ബഹുമാനപ്പെട്ട സിസ്റ്റർ എൽസീന SIC, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ വീണ്ടും 2 മാസത്തെ കാലയളവിന് ശേഷം എല്ലാ കുഞ്ഞുങ്ങളും പഠനത്തിനായിട്ട് തിരികെ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമുള്ള ദിവസങ്ങളാണോ ഇനിയും? എല്ലാവർക്കും സന്തോഷമാണോ? നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിച്ചാൽ അവർ പറയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദമായ ദിവസങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയും നമ്മുടെ ഓരോരുത്തരുടെയും കലാലയ ജീവിതമായിരുന്നു എന്ന്. അതിൽ പരമായിട്ട് സന്തോഷമായിട്ടുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ കിട്ടാനേ ഇല്ല. അതാണ് ഏറ്റവും ധന്യമായിട്ടുള്ള നിമിഷങ്ങളെന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ സ്കൂളിലേക്ക് വരികയാണ്. വീണ്ടും നമ്മുടെ പഴയ കളിയും ചിരിയും ചില ചെറിയ ചെറിയ പിണക്കങ്ങളുമായിട്ട് നമ്മുടെ ഈ സ്കൂളിന്റെ അന്തരീക്ഷം ഉയരുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കട്ടെ. ആദ്യമായിട്ട് നമ്മുടെ സ്കൂളിന്റെ പുതിയ HM ആയിട്ട് സിസ്റ്റർ എൽസീന SIC ആണ്. നമ്മുടെ പഴയ സിസ്റ്റർ നമ്മുടെ സിസ്റ്റർ സുഹൃത്തേക്ക് ട്രാൻസ്ഫർ ആയത് കാരണം നമ്മുടെ സിസ്റ്റർ എൽസീന ആണ് നമ്മുടെ ഈ സ്കൂളിന്റെ HM ആയിട്ട് സേവനം അനുഷ്ഠിക്കാനായിട്ട് വന്നിരിക്കുന്നത്. സിസ്റ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ സിസ്റ്റർ ഈ വിദ്യാഭ്യാസ മേഖലയിൽ പരിചയ സമ്പന്നയായ ഒരു വ്യക്തിത്വമാണ് സിസ്റ്ററിന്റെ.
അപ്പൊ സിസ്റ്ററിൽ കൂടി നമ്മുടെ ഈ സ്കൂളിന് നല്ലൊരു നേതൃത്വം കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സിസ്റ്ററിന് ഈ നമ്മുടെ സ്കൂളിന്റെ ഈ പ്രവേശനോത്സവത്തിലേക്ക് നമ്മുടെ സിസ്റ്ററിനെ ഹാർദവുമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളു. ഇനിയും നമ്മുടെ ഈ സ്കൂളിന്റെ എല്ലാം ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അവര് 2 മാസത്തെ അവധിക്കാലത്തിന് ശേഷം നമ്മുടെ സ്കൂളിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അവരുടെ സുരക്ഷിതരായിട്ട് പഠനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ പുതിയതായിട്ട് ഈ വർഷം വന്നിരിക്കുന്നത്. ആ കുഞ്ഞുങ്ങളൊന്ന് എണ്ണീക്കാമോ? അവർക്കൊക്കെ ഒരു നല്ല ക്ലാപ്പ് കൊടുത്തിട്ട് നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ വർഷം പുതിയതായിട്ട് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ക്ലാപ്പ് കൊടുത്തേ. എല്ലാവരെയും ഞാൻ നമ്മുടെ ഈ സ്കൂളിലേക്ക് സന്തോഷമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ സന്തോഷമായിട്ട് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന നമ്മുടെ സ്നേഹമുള്ള മാതാപിതാക്കൾ, അവർക്കറിയാം നമ്മുടെ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവര് സുരക്ഷിത കരങ്ങളിലാണ് അവര് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അവർക്ക് നല്ല വിശ്വാസമുണ്ട്. അങ്ങനെ ആ നല്ല മാതാപിതാക്കളെ നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ നമ്മുടെ സ്കൂളിന്റെ ജീവനാടി എന്ന് പറയുന്നത് നമ്മുടെ അർപ്പണമുള്ള ഒരു പറ്റം ടീച്ചേഴ്സാണ്. അവരുടെ ആത്മാർത്ഥമായ സേവനവും പരിശ്രമവുമാണ് നമ്മുടെ സ്കൂളിന്റെ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ടീച്ചേഴ്സിനെ ഓരോരുത്തരെയും നമ്മുടെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ഇനി നോൺ ടീച്ചിങ് സ്റ്റാഫ്, അവരുടെ സേവനം നമുക്ക് എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെയും നമ്മുടെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. അങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. Now let's hear a song by Thebaji Godwin of class 3. അക്ഷരമധുരം നുണയാനായി പുത്തൻ കുടയും ചൂടിക്കൊണ്ട് പുതുമഴ പെയ്യും നേരത്ത് പുതിയൊരു ലോകം കീർത്തിടാം, ആടാം പാടാം കളിയാടാം. നന്ദി. Enjoy a song by Druvya C of class UKG A. നമസ്കാരം. അനം കാണാൻ പോകുന്നു, പിന്നെ സ്കൂളിൽ പോവാൻ കൂട്ടാക്കാം. അനം കാണാൻ പോകുന്നു, പിന്നെ സ്കൂളിൽ പോവാൻ കൂട്ടാക്കാം. Now I request our new headmistress, Sister Elsina SIC, to deliver the presidential address and lighting the lamp. പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വളരെ പ്രതീക്ഷയോടെ അതിലുപരി ഒത്തിരി ഒരുക്കത്തോടുകൂടിയാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു പുതിയ തുടക്കം അല്ലേ? പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പുതിയ തുടക്കം ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോ കുഞ്ഞുങ്ങളും, നമ്മുടെ മുൻപിലിരിക്കുന്ന ഈ ഓരോ കുഞ്ഞുങ്ങളും നമ്മളുടെ നാടിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. നിങ്ങൾ ഓരോരുത്തരും നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും. അപ്പോൾ ഇവരെ ശരിയായ രീതിയിൽ രൂപീകരിക്കുവാൻ, അവരെ മുന്നോട്ട് നയിക്കുവാൻ നമ്മുടെ ഓരോ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ കാരണം നമ്മുടെ മാതാപിതാക്കൾ ഇവര് ഓരോരുത്തരും നമ്മളെ ഈ കുഞ്ഞുങ്ങളെ ഈ സ്കൂളിലേക്ക് അയച്ചിരിക്കുന്നത് ഒത്തിരി പ്രതീക്ഷയോടെയാണ്. അപ്പൊ അവരുടെ ആ പ്രതീക്ഷകളെ കൂടുതൽ നമ്മൾ മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾ ഞങ്ങളുടെ ഒപ്പമായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമേ ഇതിനെ മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അധ്യാപകരും മാതാപിതാക്കളും എല്ലാവരും കൂടി ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നല്ലൊരു
തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ ഈ ദിവസത്തെ കടന്നു വരുമ്പോൾ ഒരു നല്ലൊരു അന്തരീക്ഷം ദൈവം നമുക്ക് ഒരുക്കി തന്നു. ആ ഒരു പ്രകാശം നിറഞ്ഞൊരു അന്തരീക്ഷം, ആ പ്രകാശം നമ്മുടെ എല്ലാ ജീവിതത്തിലേക്ക് കൂടുതൽ വ്യാപിച്ചുകൊണ്ട് പ്രകാശത്തിന്റെ മക്കളായി തീരുവാന്, കൂടുതൽ അറിവിനെ സ്വീകരിച്ചുകൊണ്ട് അറിവിൽ വിദ്യ കൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ സാധിക്കാത്തത് ഒന്നുമില്ല. വിദ്യ അഭ്യസിച്ചാൽ ഈ ലോകത്തെ നമുക്ക് മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കും. അത്രമാത്രം വിദ്യ നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. അപ്പോൾ ഈ അറിവിന്റെ ലോകത്തിലേക്ക് പിച്ച വെച്ച് നടക്കുന്ന നമ്മുടെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അവര് ഒരുങ്ങി നല്ല അവരോരോരുത്തരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അവർ ഒത്തിരി പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സർവശക്തനായ ദൈവം എല്ലാവിധ കൃപകളാലും നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ രൂപീകരിക്കുന്നതിൽ നമ്മുടെ ടീച്ചേഴ്സിന് നല്ല പങ്കുണ്ട്. അപ്പോൾ അവരുടെ കഠിനാധ്വാനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ നന്നായിട്ട് ഒരുങ്ങി. ഞാനിവിടെ വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ, പക്ഷെങ്കിൽ അവരുടെ എനിക്ക് ഒത്തിരി അവരെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സാധിച്ചു. കാരണം അവര് രാപകലില്ലാതെ 5 മണി 5:30 വരെയൊക്കെ ഇരുന്നവര് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കുവാനൊക്കെ ആയിട്ട് അവര് ഒത്തിരി ഉത്സാഹം കാണിച്ചു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ടീച്ചേഴ്സിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അപ്പം നല്ല അർപ്പണബോധമുള്ള നല്ല അധ്യാപകരെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മളുടെ ഈ സ്കൂളിന്റെ മുതൽക്കൂട്ടെന്ന് പറയുന്നത്. നല്ല അധ്യാപകര്, അർപ്പണബോധമുള്ള നല്ല അധ്യാപകരെ കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം അവരുടെ ഓരോ പ്രവർത്തനങ്ങളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ സമയവും അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അഹോരാത്രം ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അധ്വാനിക്കുകയായിരുന്നു. അപ്പോഴങ്ങനെയുള്ള നല്ലൊരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമ്മുടെ ടീച്ചേഴ്സിന് കഴിയുന്നതിൽ ഒരു സംശയവുമില്ല. നല്ല കുഞ്ഞുങ്ങളായി നിങ്ങൾ ഓരോരുത്തരെയും രൂപപ്പെടുത്തുവാൻ അവർക്ക് കഴിയട്ടെ. അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ പുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ മാത്രമല്ല, മറ്റുള്ള കാര്യങ്ങൾ, ജീവിത മൂല്യങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നന്മയിൽ വളരുവാൻ, ഈ ലോകത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ പകരുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, അങ്ങനെ നല്ല ജീവിത മൂല്യമുള്ള നല്ല കുഞ്ഞുങ്ങളായി നിങ്ങൾ വളർന്നു വരുവാൻ, നിങ്ങളെ വാർത്തെടുക്കുവാൻ ഇവർക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിന് ഒരുക്കുന്ന ടീച്ചേഴ്സിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നല്ല മാതാപിതാക്കള്, നിങ്ങൾ ഓരോരുത്തരും ഇത്രയും ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല ഉയർച്ചയിലേക്ക് വരുവാന്, അതുപോലെ മൂല്യബോധമുള്ള നല്ല കുഞ്ഞുങ്ങളായി വളരുവാന്, നല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാന്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാന് നിങ്ങൾ കാണിക്കുന്ന ആ നല്ല മനസ്സിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇത്രയും ത്യാഗം സഹിച്ച് നിങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നു. നിങ്ങളുടെ പല പ്രവർത്തന മേഖലയിലുള്ളവരുണ്ട്, എങ്കിലും അവർ നിങ്ങളുടെ എല്ലാ ഒരു പ്രവർത്തനങ്ങളിലൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ അധ്വാനത്തിന് ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ അധ്യാപകരുണ്ട്, അവരോരോരുത്തരും ഇവിടെ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരെയും ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. അതിലുപരിയായിട്ട് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇത്ര അച്ചടക്കത്തോടെ ഈ 2 മാസം വീട്ടിലിരുന്ന് നിങ്ങളുടെ കൂടെ ഇരുന്ന് ഒരു പ്രത്യേക പരിഗണന കിട്ടിയിട്ട് നിങ്ങളെ വളർന്നു 2 മാസം അവരിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് അല്പം ബുദ്ധിമുട്ടൊക്കെ തുടക്കത്തിലുണ്ട്, എങ്കിലും അവരുടെ ടീച്ചേഴ്സ് അവരെ എപ്പോഴും കെയർ ചെയ്യാൻ കൂടെയുണ്ട്. അതിനാൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, അവരെ എപ്പോഴും കെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഉണ്ട്. നിങ്ങൾ ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന ആ ഒരു വിശ്വാസം, അതിനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഞങ്ങൾ എപ്പോഴും ആവശ്യമാണ്. അത് നിങ്ങൾക്ക് തരുന്നുണ്ടെന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇനി കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു നമ്മളിപ്പം ഈ കുഞ്ഞുങ്ങളെ അറിവിൻ്റെ ലോകത്തിലേക്ക് പിച്ച വെച്ച് നടക്കുകയാണ്. ആ ഈ ചെറിയ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും അവർ കൂടെയായിട്ട് വഴികാട്ടിയായിട്ട് കൂടെ നടക്കേണ്ടവരാണ്. അധ്യാപകരാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കൂടെ നടക്കണം. കൂടെ നടന്നാൽ മാത്രമേ കുഞ്ഞുങ്ങളെ
ശരിയായ രീതിയിൽ രൂപീകരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ കൂടെ നടന്നുകൊണ്ട് അവരെ ശരിയായ രീതിയിൽ രൂപീകരിക്കുവാൻ ടീച്ചേഴ്സിനും അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കൾക്കും എല്ലാം കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ സപ്പോർട്ടും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നല്ല രീതിയിൽ ഈ വർഷത്തെ ഞാൻ പ്രത്യേകമായിട്ട് ലക്ഷ്യം, കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. ഒത്തിരി ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളെയൊക്കെ ഞാനൊന്ന് വിലയിരുത്തി. ഇപ്പോഴും കഴിഞ്ഞ വർഷങ്ങളിൽ വളരെയധികം കാര്യങ്ങൾ ഇവർ ചെയ്യാനായിട്ട് കലാപരമായിട്ട് കായികപരമായിട്ടൊക്കെയും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. ഇനിയും അതുപോലെ തന്നെ കലോത്സവത്തിലൊക്കെ നല്ല ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഇനിയും കൂടുതൽ തീക്ഷ്ണതയോടെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് കൂടുതൽ ഉന്നതങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരണം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കണം. അപ്പം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് 1-2 കാര്യങ്ങളോട് ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളിപ്പം ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കാണും. അവയൊക്കെ ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും അത് ഞങ്ങൾ കരുതി നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പം ഇത്രയും ത്യാഗം സഹിച്ച് നിങ്ങളിവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ദീപം തെളിയിച്ച് നമ്മൾ അറിവിൻ്റെ ആ പ്രകാശം തെളിയിക്കുന്ന ഒരു നിമിഷമാണ്. നമ്മൾ അറിവിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രകാശം, ദൈവം ഇതുമാണ്, പ്രകാശമാണ്. അപ്പം ദൈവത്തിന്റെ പ്രകാശം നമ്മിലേക്ക് വർഷിക്കുന്ന ഒരു അവസരമാണിത്. അതുപോലെ ഈ സമ്മേളനം ഞാനിവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമുക്ക് ദീപം തെളിച്ച് നമുക്ക് ഈ പുതിയ അധ്യയന വർഷത്തെ ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ വരവേൽക്കാം. by Iron Anthony of class 2A. പ്രവേശനോത്സവം ഇന്ന് പ്രവേശനോത്സവം പള്ളിക്കൂടം മണിയടിയേക്കും പ്രവേശനോത്സവം പ്രവേശനോത്സവം ഇന്ന് പ്രവേശനോത്സവം പള്ളിക്കൂടം മണിയടിയേക്കും പ്രവേശനോത്സവം അക്ഷരസൂര്യൻ ഉദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം പുസ്തകമധുരം നുണയാമിനിയും പൂമ്പാറ്റകളായി പാറാം അക്ഷരസൂര്യൻ ഉദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം പുസ്തകമധുരം നുണയാമിനിയും പൂമ്പാറ്റകളായി പാറാം അറിവിൻ മധുരം നുകരാനായി പാറി വന്നൊരു ശലഭം ഞാൻ അക്ഷരമധുരം നൽകാനായി ഉണ്ടേ ഇവിടൊരു ഗുരുനാഥ പല പല കളികൾ കളിക്കാനായി ഉണ്ടേ ഇവിടെ കൂട്ടുകാർ അറിവിൻ മധുരം നുകരാനായി പാറി വന്നൊരു ശലഭം ഞാൻ. Now I invite Aisha Tajuddin of class 1A to say a few words. Morning everyone, respected sisters, teachers, parents and my dear friends. Firstly, I would like to welcome all of you to this new academic year. This day is very special for all of us. Our school teaches us moral values, discipline and the art of living. Our teachers are always ready to help our students. I especially welcome to our new students. Thank you all. Now let's hear a song by Olivia of class 4B.
is a speech by Rudra Rajiv of class 4A. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. പ്രവേശനോത്സവത്തിന്റെ ആഹ്ലാദ നിമിഷങ്ങളിലാണ് നമ്മളെല്ലാം. പുതിയ ടീച്ചർ, പുതിയ ക്ലാസ് മുറി, പുത്തൻ പാഠപുസ്തകം, പുതുമകളോട് നിറഞ്ഞുള്ള ഒരു അധ്യയന വർഷം വരവായി. അറിവാണ് ഏറ്റവും വലിയ ശക്തി എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. എന്നാൽ നമുക്കൊരു കവിത കേട്ടാലോ? അക്ഷരമുറ്റത്തു പിച്ച വയ്ക്കാം, ആദ്യാക്ഷരത്തിൻ മധുനുകരാം, അക്ഷരക്കളരിൽ ആടിത്തുമർക്കാം, അഗ്നിച്ചിറകുമായി ഉയരാം, അഗ്നിച്ചിറകുമായി ഉയരാം. അറിവുകൾ നേടി വളർന്നിടാം, നേരും നെറിയും വിവേകവും നേടാം. അക്ഷരമാല കൊരുത്തണിയാം, ഹൃത്തിലറിവിൻ തിരി തെളിക്കാം, ഹൃത്തിലറിവിൻ തിരി തെളിക്കാം. ബുദ്ധ സ്വപ്നത്തിൻ കണക്കു കൂട്ടാം, പിരിക്കുവാൻ സ്നേഹവും കാരുണ്യവും. ബുദ്ധ സ്വപ്നത്തിൻ കണക്കു കൂട്ടാം, പിരിക്കുവാൻ സ്നേഹവും കാരുണ്യവും. ഈ ലോകവാതിൽ തുറക്കാം, വിശ്വമാനവനാമം പഠിച്ചിടാം, വിശ്വമാനവനാമം പഠിച്ചിടാം. നന്ദി, നമസ്കാരം. Next is a devotional song by Stefano Tarian of class 1B. Walking with Jesus, walking every day, walking all the way. Walking with Jesus, walking with Jesus today. Walking in the sunshine, walking in the rain, walking every day, walking all the way. Walking in the sunshine, walking in the rain, walking with Jesus today. Playing with Jesus, playing every day, playing all the way. Playing with Jesus, playing with Jesus today. Dancing, playing in the sunshine, playing in the rain, playing every day, playing all the way. Playing in the sunshine, playing in the rain, playing with Jesus today. Dancing with Jesus, dancing every day, dancing all the way. Dancing with Jesus, dancing with Jesus today. Dancing in the sunshine, dancing in the rain, dancing every day, dancing all the way. Dancing in the sunshine, dancing in the rain, dancing with Jesus today. Next is a speech by Harshika R of class 4A. Good morning all. Respected sisters, teachers, parents and my dear friends. Firstly, I would love to welcome all of you to this new academic year. This day is very special for all of us. It is a new beginning with a new hopes, goals and challenges. I especially welcome our new students in the school. We make new friends and learn new things and the achievement of our dreams. Our school teaches us moral values and discipline and art of living. Our teachers are always ready to help our students. We hope we all enjoy this program. Hope we all together make this journey of knowledge and values. Thank you. Speech by Poojita M. Nair of class 3A. A warm good morning to each and every one of you. Beloved headmasters, teachers, parents and my dear friends. Welcome to the first day of the brand new school year. I am Poojita M. Nair. I am so excited to see all of your smiling face here today. This year is going to be fun and learning. We have amazing teachers who are here to help us to grow and learn. Together, we make our school a wonderful place. Once again, welcome back to the school. Let's get
enjoying the traditional song. പിടിക്കലല്ല ജീവിതം നിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം സൂര്യനെ പിടിക്കണം പിടിച്ചു സ്വന്തമാക്കണം കുഞ്ഞാറ്റ കിളികളെ വരൂ വസന്തകാലമായി ആടി ആടി പാഠമൊക്കെ നേടിടാം പറന്നിടാം അക്ഷരങ്ങൾ കോർത്തു നമുക്കഞ്ഞലൂഞ്ഞലാടാം മേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി, അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി, കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി.
വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ നമുക്കുമറിവിൻ പൊന്തൂവലിനാൽ സ്വപ്നച്ചിറകുകൾ നെയ്തിടാം. ഏകതയേകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ, പുതിയ ചരിത്രം വിടരട്ടെ. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. കിനാവിൻ ചിറകുകളറിയും ലഹരിക്കെതിരായി കൈകോർക്കാം. കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം. കരുതലിനുജ്വല കവചത്താൽ നവ കേരളം ഒന്നിന് നേടിയിടാം. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. Dear teachers, parents, and all my dear students. Today, I am standing here to thank all of you present here to attend this meeting. At first, I would like to take this opportunity to thank our new sister Elsina SHC. Thank you, sister, for your valuable messages. We will be always with you in every moment. Next, I thank all the parents who spared their valuable time for their children to this first day of their children to attend this first day of their school. We need your support in future also. I thank all the teachers and non-teaching staff who had given their physical and moral efforts to make this function more attractive and successful. I thank all the students, especially the anchor, Intudia Sinu, and all other participants who performed here for their best. Once again, thank you all. Jai Hind. Thank you, teacher. Now let's stand up for the national anthem. Attention! Jana